ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇനി നടക്കാൻ പോകുന്ന തിങ്കളാഴ്ചത്തെ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോണത്. അടിപൊളി എപ്പിസോഡാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡ്. അങ്ങനെ മഹേഷിനെ ആദ്യം ചിപ്പിയും വിളിക്കുമ്പോൾ മഹേഷ് പതുക്കെ കണ്ണു തുറക്കുന്നുണ്ട്. മഹേഷിനോട് ചിപ്പി പറയുന്നുണ്ട്, ആദ്യേട്ടൻ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചായിരുന്നു, ഞാനും ആദ്യേട്ടനും കൂടി പോയി പ്രാർത്ഥിച്ചു, പിന്നീടില്ലേ എന്ന് പറയാൻ പോകുമ്പോഴേക്കും ആദ്യം പറയണ്ട് ചിപ്പി വേണ്ട എന്ന് പറയാണ്. മഹേഷ് പറയണ്ട, എൻ്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടിട്ടാണ് ഡാഡി കണ്ണു തുറന്നത് എന്നൊക്കെ പറയുമ്പോൾ നേഴ്സ് വരുന്നുണ്ട്. അതെ, മഹേഷിന് ഇപ്പൊ അധികം സംസാരിക്കാൻ പാടില്ല മക്കളെ, മക്കള് പുറത്തു നിന്നിട്ട് വെയിറ്റ് ചെയ്തോട്ടോ എന്ന് പറയാണ്. അങ്ങനെ ചിപ്പി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് എൻ്റെ ഡാഡി അടുത്തിരിക്കണമെന്ന് പറയുമ്പോൾ, മോളെ നോക്ക്, ഡാഡിക്ക് ഇപ്പൊ റെസ്റ്റ് വേണം, മോനെ നീ വലിയ കുട്ടിയല്ലേ, അനിയത്തിനെ വിളിച്ചോണ്ട് ഒന്ന് പുറത്തു പോയി നിൽക്കാവോ, എങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഡാഡിനെ കാണിക്കുള്ളൂ എന്ന് പറയാണ്. അത് കേൾക്കണതും ആദ്യം ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുവാട്ടോ. അപ്പൊ നേഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ അന്വേഷിച്ച് ഇഷിത ഡോക്ടർ ആകെ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, വീട്ടിലേക്ക് പോവാൻ ഞങ്ങളുടെ കയ്യിൽ ഓട്ടോ കാശില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് ഇരിക്കാട്ടോ. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് ഇഷിത വരുന്നത്. ഇഷിത നോക്കുമ്പോഴേക്കും ഇഷിത ഷോക്കായി പോവാണ്. ആദ്യം ചിപ്പിയും ദേ ഇരിക്കുന്ന അവിടെ വേഗം തന്നെ അവിടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിങ്ങളിത് എവിടെയായിരുന്നു ഇത്ര നേരം, എന്തുമാത്രം വേദനിച്ചെന്നറിയാവോ ഞങ്ങൾ എല്ലാവരും എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട്, ആദ്യേട്ടൻ എന്നോട് പറഞ്ഞു ഡാഡിക്ക് ആക്സിഡന്റ് പറ്റിയെന്ന്, എല്ലാരും കൂടി എന്നോട് നുണ പറഞ്ഞതായിരുന്നല്ലേ ഡാഡി ഡൽഹിയിൽ പോയെന്നൊക്കെ, മോളെ അത് മോൾക്ക് വിഷമമാകുമെന്ന് വെച്ചിട്ടാ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ഡാഡിക്ക് ഇപ്പോ എങ്ങനെയുണ്ട് ഇഷിതാമേ, ഞങ്ങൾ വിളിച്ചപ്പോഴേക്കും ഡാഡി കണ്ണു തുറന്നു എന്ന് പറയുമ്പോ ഇഷിത പറയുന്നുണ്ട്, ഡാഡിക്ക് ഇപ്പോ ഒരു കുഴപ്പമില്ല മക്കളെ, ഡാഡി ഇപ്പൊ എല്ലാം നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, മക്കളുടെ പ്രാർത്ഥന കൊണ്ടിട്ടൊക്കെയാണ് ഡാഡി പെട്ടെന്ന് റിക്കവർ ആയത്. അല്ല നിങ്ങൾ ഓട്ടോറിക്ഷക്കല്ലേ വന്നത്? അതെ, ഓട്ടോ കൊടുക്കാൻ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങള് ആ ചേട്ടൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കുമായിരുന്നു എന്ന് പറയാണ്. തിരിച്ച് വീട്ടിലേക്ക് ഇപ്പൊ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ, എങ്കിൽ ആദ്യം നീ നിന്റെ അമ്മേനെ വിളിച്ചു പറ നീ ഇവിടെ ഉണ്ടെന്ന്, നിന്റെ അമ്മ വീട്ടിൽ വന്നിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു എന്ന് പറയാണ്. ആ സമയത്ത് ആദ്യം പറയണ്ടേ, ഞാൻ വിളിച്ചോളാം ഇഷിതാമ്മ മമ്മീന എന്ന് പറയണ്ട്. അപ്പോഴേക്കും രചന അങ്ങോട്ടേക്ക് വരുവാട്ടോ. മോനെ ആദി, നീ എന്ത് പണിയാടാ കാണിച്ചത്, നീ എന്തിനാണ് എന്നോട് പറയാതെ സ്കൂൾ ബസ്സിൽ പോലും കയറാണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്, മോനെ എന്നോട് പറഞ്ഞൂടെ, മമ്മി എത്രമാത്രം വിഷമിച്ചു എന്നറിയാമോ, മമ്മി ഇന്നലെ ആകാശങ്ങൾ പറഞ്ഞതൊക്കെ മമ്മി മറന്നുപോയോ, എന്റെ ഡാഡി മരിക്കോന്നാണ് ആകാശങ്ങൾ പറഞ്ഞത്, മമ്മി ആകാശങ്ങൾ പറയാൻ പാടില്ലേ, എന്റെ ഡാഡി മരിച്ചില്ല, എന്റെ ഡാഡി ജീവനോടെ ഉണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും എന്റെ ഡാഡിനെ കൊല്ലാനായിട്ട് ആർക്കും സാധിക്കില്ലെന്ന് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്ക് മനസ്സിലായി, ആകാശ് ഇന്നലെ വല്ലാത്ത മോശപ്പെട്ട രീതിയിൽ തന്നെ ആദ്യടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് ഇഷിതക്ക് മനസ്സിലായിട്ടോ. ഇഷിത ചോദിക്കുന്നുണ്ട് ആദ്യടുത്ത്, ഇന്നലെ ആകാശ് അങ്ങനെയൊക്കെ പറഞ്ഞോ മോനോട്? പറഞ്ഞു, ഡാഡി ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും മരിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇവിടെ വരാൻ നിൽക്കുമായിരുന്നു, പിന്നെ ഐസിയുലല്ലേ, അപ്പൊ രാവിലെ ആകുമ്പോഴേക്കും വരാന്ന് വിചാരിച്ചു, പിന്നീട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും രചന പറയണ്ട്, കണ്ടില്ലേ എന്റെ മക്കൾക്ക് അവരുടെ ഡാഡിയുടെ അടുത്തുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട്, അല്ലെങ്കിലും മക്കൾക്ക് മഹേഷിനെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, മഹേഷിനെയാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പിന്നെ ആദ്യം നിന്നെ സപ്പോർട്ട് ചെയ്യണത് നീ എപ്പോഴും അവരുടെ മുമ്പിൽ മരണഭീഷണി മുഴക്കണോണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് എപ്പോഴേ ആദ്യം മഹേഷിന്റെ അടുത്തേക്ക് വരുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രചന ചമ്മി പോകുവാട്ടോ. അതിനുശേഷം ഡോക്ടർ വന്ന് പറയുന്നുണ്ട് ഇഷിതടുത്ത്, ഡോക്ടർ ഇഷിത, വളരെ വളരെ അപൂർവമായിട്ടൊരു കാഴ്ച തന്നെയാണ് ഞങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമല്ല, മഹേഷിന് ഇപ്പൊ എല്ലാ തരത്തിലും മഹേഷ് ഓക്കെയാണ്, ഇനി ഒന്നും പേടിക്കാനില്ല, പറ്റുമെങ്കിൽ നമുക്ക് നാളെ തന്നെ മഹേഷിനെ വാർഡിലേക്ക് മാറ്റാം എന്ന് പറയുമ്പോൾ ഇഷിതക്ക് സന്തോഷമാവാട്ടോ, ഞങ്ങൾക്ക് മഹേഷിനെ പോയി കാണാവോ, ആർക്കെങ്കിലും ഒരാൾക്ക് പോയി കാണാം എന്ന് പറയുമ്പോഴേക്കും രചന പറയേണ്ടത്, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, ഞാൻ പോയി മഹേഷിനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നോടി മഹേഷിനെ ഐസിയുടെ ഉള്ളിലേക്ക് കയറുവാട്ടോ. എന്നിട്ട് മഹേഷിനെ നോക്കി ചിരിക്കുന്നുണ്ട്, മഹേഷിനെ ദേഷ്യം വരുവാട്ടോ രചനനെ കാണുമ്പോ തന്നെ, മക്കളെയോ ഇഷിതയോ വിട്ടാ മതിയായിരുന്നല്ലോ എന്ന് മഹേഷ് പറയുമ്പോ, എന്താ മഹേഷ് ഞാൻ വന്നാ കുഴപ്പം, മഹേഷിന്റെ ഈ 2 മക്കളെ പ്രസവിച്ചത് ഞാനാണ്, അല്ലാതെ ഇഷിതയല്ല എന്ന് പറയാണ്. ശേഷം രചന പറയണ്ടേ, മഹേഷിന് അറിയാവോ, മഹേഷ് ആക്സിഡന്റിൽ പെട്ട് കിടന്നപ്പോ ആദ്യം ഓടിയെത്തിയത് ഞാനായിരുന്നു, അല്ലാതെ ഡോക്ടർ ഇഷിതയൊന്നും അല്ലായിരുന്നു, അവൾ അവളുടെ കാര്യം നോക്കി പോവുകയാണ് ചെയ്തത്, ഞാനാ മഹേഷിന്റെ അടുത്ത് ആദ്യം വന്നത്, ഇവിടെ മഹേഷിന് ഓപ്പറേഷനാ ഒപ്പിട്ട് കൊടുത്തത് പോലും ഞാനാണ് എന്ന് രചന പറയുമ്പോഴേക്കും മഹേഷ് ഒരു പുച്ഛത്തോടെ പറയുന്നുണ്ട്, നീയാണ് എന്റെ ആക്സിഡന്റ് നടന്ന സമയത്ത് ആദ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആക്സിഡന്റ് നടക്കുമെന്ന് നിനക്കറിയായിരിക്കും, അതുകൊണ്ടാണ് നീ നേരത്തെ വന്നത് എന്ന് പറയാണ്. ഈശ്വര,
മഹേഷ് എന്തിനും അറിഞ്ഞു കാണുമായിരിക്കോ? ഇനി മഹേഷിന്റെ കാറിന്റെ പുറകെ ഞാൻ കാർ ഓടിച്ചു പോയത് മഹേഷ് കണ്ടു കാണുമായിരിക്കോ എന്നൊക്കെയാണ് രചന ആലോചിക്കുന്നത് കേട്ടോ. എന്താ നീ ആലോചിക്കണത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ, എന്താ മഹേഷ് ഈ സമയത്തും എന്നെ കുറ്റപ്പെടുത്തുന്നത്? മഹേഷിനെ സഹായിച്ചത് ഒരു തെറ്റാണോ? എത്ര പ്രാവശ്യം മഹേഷ് എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ മഹേഷിനെ സഹായിച്ചത്. പിന്നെ മഹേഷിന്റെ 2 കുട്ടികളുടെ അമ്മയല്ലേ ഞാൻ എന്ന് പറയാണ്. എനിക്ക് റെസ്റ്റ് ചെയ്യണം, ഒട്ടും വയ്യ എന്ന് പറയാണ്. അപ്പോഴേക്കും സിസ്റ്റർ പറയണ്ട്, മാഡം നിങ്ങളൊന്ന് പുറത്തേക്ക് പോകൂ എന്ന് പറയണം. അങ്ങനെ രചനനെ പുറത്തേക്ക് വിടുന്നുണ്ട്. ആ സമയത്ത് ഇഷിത അടുത്ത് ആദ്യം ചോദിക്കേണ്ട, ഇഷിതാമ്മ പ്ലീസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡാഡിനെ ഒന്നും കൂടി കാണണം. ശരി, ഞാൻ ഡോക്ടറോട് ചോദിക്കാം എന്ന് ഇഷിത പറയാണ്. ശേഷം ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇഷിത അതെ മക്കൾക്ക് ഒരു പ്രാവശ്യം കൂടി അവിടെ ഡാഡിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് കയറ്റി കാണിച്ചോട്ടെ, അതിനെന്താ? ഡോക്ടർ ഇഷിതക്ക് ഞങ്ങളുടെ അനുവാദം ചോദിക്കേണ്ട ഒരു കാര്യമില്ല, മക്കളെ കൊണ്ടൊന്ന് കാണിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും ആദ്യം ചിപ്പിയും കൂടിയിട്ട് വീണ്ടും മഹേഷിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവര് പുറത്തേക്ക് കണ്ട് അതിനുശേഷം ഇഷിത പറഞ്ഞിട്ട് ഇപ്പൊ സമയം വൈകിക്കണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. അപ്പോൾ എവിടേക്കാ ഇഷിതാമ്മ ഞങ്ങൾ പോകേണ്ടത്? വേറെ എവിടേക്കാ? അച്ഛമ്മയുടെ അച്ഛടുത്ത് പോയിക്കോ എന്ന് പറയാണ്. കാരണം രജനി ഇവിടെയാണല്ലോ, ആകാശിന്റെ അടുത്തേക്ക് നീ ഈ സമയത്ത് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷിത നമ്മുടെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്കാട്ടോ ആദീനെ പറഞ്ഞയക്കണത്. ശേഷം അവർ പോയി കഴിയുമ്പോഴേക്കും രചന അവിടെ നിൽക്കുന്നുണ്ട്. ആദീന കൊണ്ടുപോയി നീ സന്തോഷിക്കൊന്നും വേണ്ട, അവൻ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അടുത്തേക്ക് തന്നെ വരും. രചന നിനക്ക് നാണൂല്ലേ മഹേഷ് ഇങ്ങനെ കിടക്കുന്ന സമയത്തും ഇതിനെ വേണ്ടി പറഞ്ഞ് വഴക്ക് പറയാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ അവിടേക്ക് പോലീസ് വരാട്ടോ. പോലീസിന് രചന ആകെ ഷോക്ക് ആവാണ്. ഇതെന്താ പോലീസൊക്കെ എന്ന് ചോദിക്കുമ്പോ ഇഷിത പറയണ്ട്, ഒരു ആക്സിഡന്റ് നടന്നാൽ പോലീസ് വരുമെന്ന് എന്താ നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. രചനയും എന്താ സംസാരിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറകേല് പോകാട്ടോ. പോലീസുകാരുടെ തന്നെ പുറകിലേക്ക് രചനയും പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ പോലീസിന്റെ മഹേഷിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് എങ്ങനെ, ആരെങ്കിലും സംശയമുണ്ടോ, ആക്സിഡന്റ് തന്നെയാണോ, അതോ പുറകേന്ന് ഇതിന് വാഹനം വന്ന് ഉപദ്രവിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേഷ് നടന്ന സംഭവങ്ങളൊക്കെ പറയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മഹേഷിനെ ഡിസ്ചാർജ് ആവണ ദിവസം രചനയും മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ. മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോകുക മാത്രല്ല, മഹേഷിന്റെ റൂമിൽ ഇടിച്ചു കയറി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കയറി അധികാരം സ്ഥാപിക്കുകയാണ്. ഇഷിത മഹേഷിന്റെ റൂമിൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രചന വരുന്നുണ്ട്. ശേഷം മഹേഷിന്റെ റൂമിൽ കട്ടിലിൽ ഇരിക്കുന്നു, കിടക്കുന്നു, മഹേഷിനോട് സംസാരിക്കുന്നു, കൂടെ ആദിയുണ്ട്. അപ്പൊ ആദ്യം കൂടി ഉള്ളപ്പോഴേക്കും മഹേഷിന് ഒന്നും പറയാൻ സാധിക്കില്ല, പറഞ്ഞ ആദിക്ക് വിഷമമാകുമല്ലോ. അതുകൊണ്ട് മഹേഷ് ഒന്നും മിണ്ടുന്നിട്ടോ. പക്ഷെ മഹേഷിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് രചനയാണെങ്കിൽ അത് മുതലെടുക്കാണെന്ന് മഹേഷിന് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഇഷിത പറയണ്ട, വേണ്ട മഹേഷ് ഇപ്പൊ ഒന്നും പറയണ്ട, ഇപ്പൊ അറിയാലോ അവളുടെ സ്വഭാവം, ആദ്യടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, പിന്നെ ആദിക്ക് ദേഷ്യവും വേണ്ട, ഈ സമയത്ത് അവളിവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് ഇഷിത പറയുന്നുണ്ടെങ്കിലും ഇഷിതക്ക് ആകെ വിഷമമാട്ടോ. കാരണം ഇഷിതക്ക് നല്ല ആഗ്രഹമുണ്ട് മഹേഷിനെ കെയർ ചെയ്യണം, മഹേഷിന്റെ കൂടെ ഇരിക്കണമെന്നൊക്കെ. പക്ഷെ അതൊന്നും നടക്കാത്തോണ്ട് ഇഷിതക്കും ആകെ വിഷമമായിട്ടിരിക്കാട്ടോ. മഞ്ജിമയാണെങ്കിൽ രചനേനെ സപ്പോർട്ട് ചെയ്യണത്. കാരണം രചനയുടെ കയ്യിൽ നല്ല പൈസ കിട്ടുമല്ലോ, അതുകൊണ്ട് രചനേനെ സപ്പോർട്ട് ചെയ്യാണ് നമ്മുടെ മഞ്ജിമയാണെങ്കിൽ രചനനെ വിളിച്ചു വരുത്തി, വാ മഹേഷിനെ ഈ സമയത്ത് നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എപ്പോ നോക്കാനാ, മഹേഷിന്റെ മനസ്സിൽ ഇടിച്ചു കയറാൻ പറ്റിയ ചാൻസ് ആണ്, ഗോൾഡൻ ചാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് രചനനെ വീണ്ടും വിളിച്ചു വരുത്തുന്നത് ഈ മഞ്ജിമ തന്നെയാട്ടോ. പിന്നെ ആദ്യയുടെ സപ്പോർട്ടും ഉണ്ട് രചനക്ക്. കാരണം മമ്മിയും ഡാഡിയും ഒന്നിക്കണമെങ്കിൽ ഒന്നിച്ചോട്ടെ എന്ന് ആദ്യം വിചാരിക്കുന്നുണ്ട്. എന്താണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ അങ്ങനത്തെ കുറച്ച് നല്ല ഭാഗം ആണ് കാണാൻ പോകുന്നത്. അത് മാത്രമല്ല വീക്കെൻഡ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വീക്കെൻഡ് പ്രൊമോ വരുമ്പോൾ അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ.